ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ +2ൻ്റെ റിവാലുവേഷൻ റിസൾട്ടൊക്കെ ഇന്നലെ വന്നു. ആൻഡ് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒന്നും ലഭിക്കുന്നതായിരിക്കില്ല. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നോക്കാൻ നേരത്ത് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ മാർക്ക് ചേഞ്ച് ആയിട്ടുള്ള ആ PDF ആ പേജ്, നിങ്ങളുടെ പേരുള്ള ആ പേജ് ഒന്നെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. ഓർ നിങ്ങൾക്ക് ആ PDF നിങ്ങൾ സേവ് ചെയ്ത് സൂക്ഷിക്കുക. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കോളേജിലോ എന്തെങ്കിലും ഒരു ഒരു അഡ്മിഷൻ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ആയ മാർക്കായിരിക്കില്ലല്ലോ കാണുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അഡീഷണൽ ആയിട്ട് അത്ര മാർക്ക് ചേഞ്ച് ആയി എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഈ പ്രിൻ്റ് ഔട്ട് അങ്ങനെ തുടങ്ങിയ നമ്മുടെ ആ സംഭവമൊക്കെ എടുത്ത് കാണിക്കേണ്ടി വരും. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ലാസ്റ്റ് ഇയറൊക്കെ കമ്പൈൻ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സും ചേഞ്ച് ആയ മാർക്കൊക്കെ നിങ്ങൾക്ക് ഒറ്റ സർട്ടിഫിക്കറ്റിലായിട്ട് കമ്പൈൻ ചെയ്യാം. ആൻഡ് ഈ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ കമ്പൈൻ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. ആൻഡ് ഒരു കമൻറ്റ് കണ്ടിരുന്നു, അതായത് ഈ കമ്പൈൻ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അത് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്താലും മതി. അതല്ല, ഒരു സർട്ടിഫിക്കറ്റാക്കി യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ആൻഡ് ഈ കമ്പൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. പോസ്റ്റൽ വഴി കമ്പൈൻ ചെയ്യാം, നമുക്ക് അതുപോലെ ഡയറക്റ്റായിട്ട് ട്രിവാൻഡ്രത്ത് നമ്മൾ കൊണ്ടുപോയി കമ്പൈൻ ചെയ്യാം. പക്ഷേ ഇതിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ചെല്ലുകയാണ്. പോസ്റ്റൽ വഴി നമ്മൾ ചെയ്യാൻ നേരത്തെ അതിന് 2 months ഒക്കെ എടുക്കുന്നതാണ്. ആ സംഭവം എല്ലാ പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയറക്റ്റായിട്ട് ചെന്ന് മേ ബി ആ ദിവസം തന്നെ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കമ്പൈൻ ചെയ്ത് കിട്ടുന്നതുമായിരിക്കും. സോ ഇതെങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആൻഡ് നിങ്ങളുടെ റിസൾട്ട് നോക്കിയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് 10%, അതായത് 8 മാർക്ക് 9 മാർക്സ് ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ ആൻഡ് 10%ൻ്റെ PDF നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത എമൗണ്ട് റീഫണ്ടായിട്ട് കിട്ടുന്നതുമായിരിക്കും. അത് നമ്മൾ പഠിച്ച സ്കൂളിലെ നമ്മുടെ പ്രിൻസിപ്പാളിനോട് കോൺടാക്ട് ചെയ്ത് പറയേണ്ടതാണ്. എന്നാലും നമുക്ക് ഫണ്ട് നമ്മുടെ റീഫണ്ടായിട്ട് കിട്ടുകയുള്ളൂ. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്.